ഇവരെ കൊണ്ട് ശല്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, മയക്കുമരുന്നിന്റെ കേരളം ഉണ്ടാക്കിയിട്ടുള്ള ആഭ്യന്തര വകുപ്പ് വിദ്യാഭ്യാസം തകർന്ന് അന്യ രാജ്യത്തേക്ക് കയറ്റിവിട്ട വിദ്യാഭ്യാസ വകുപ്പ്, കാർഷിക മേഖല തകർത്തെറിഞ്ഞ കാർഷിക വകുപ്പ്, ഇനി ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ, അതുപോലെ കാട്ടുപന്നി, പൂച്ച, മരപ്പട്ടി ഇത്യാദി ആളുകൾ ഇവിടുത്തെ PSC മെമ്പർമാരെ അവർ കുത്തിക്കൊല്ലുക. ഇവന്മാർ പോയിട്ട് 10 ലക്ഷം രൂപയും ജോലി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചില്ലേ? അങ്ങനെ ഒരു ഫോറസ്റ്റ് വകുപ്പ്, ഇനി ചുവപ്പ് കളർ, പച്ച കളർ, നീല കളർ, അങ്ങനെ കളർ മാറ്റി കൊഴുപ്പ് കൂടിയതും വെള്ളം കൂടിയതുമായിട്ടുള്ള പാലിന് വില കൂട്ടി കൊടുക്കുന്ന ഒരു ക്ഷീര വ്യവസായം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഭക്ഷ്യത്തിന്റെ ഒരു കാര്യത്തിൽ എടുക്കാത്ത ഭക്ഷ്യവകുപ്പ്. നിന്നെയൊക്കെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലടാ, ഞാൻ കാണിച്ചില്ലടാ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞ 9.5 കൊല്ലമായി ഭരിക്കുന്നു. എല്ലാ വർഷവും ഓരോ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ ആദ്യം ഒരു 600 കാര്യങ്ങൾ പറഞ്ഞു, രണ്ടാമത് 900 കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഈ 1500 കാര്യങ്ങളിൽ ഓരോന്നും എവിടെ എത്തി എന്നുള്ളതാണ് ഓരോ കൊല്ലത്തെയും പ്രകടന പത്രിക. അതിന്റെ ഗ്രാഫാണ് കൃത്യമായിട്ടും പ്രോഗ്രസ് കാർഡിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. LDF വരും, എല്ലാം ശരിയാകും. ഈ എല്ലാം ശരിയാകുന്നുള്ള എല്ലാം എന്നതിന്റെ അർത്ഥം നാട്ടുകാർക്കെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. 2018 ആയപ്പോൾ മഹാപ്രളയം വന്നു. 2019 അതിന്റെ ആവർത്തനം വന്നു. ഇതിനിടയ്ക്ക് ഓഖി ദുരന്തം വന്നു, നിപ്പ വന്നു, പിന്നീട് കോവിഡ് മഹാമാരി വന്നു. എന്താ വേണ്ട? ഈ കാലങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തെ മാതൃകാപരമായി നയിച്ചോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഉള്ളത്. കൊള്ളാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പം ചൊറിയാത്ത പിള്ളയ്ക്ക് കൊള്ളത്തില്ല പിള്ളേ. ഒരു തെരഞ്ഞെടുപ്പ് കരുതിയിട്ടല്ല, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെന്റ് പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിലും കിബി പദ്ധതിയിലൂടെ കേരളം മുന്നേറുകയായിരുന്നു. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മിഷനുകളിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഹരിത കേരളവും ആർദ്ര മിഷനും ലൈഫ് മിഷനും അടക്കമുള്ള പദ്ധതികളിലൂടെ കേരളം മുന്നേറുകയായിരുന്നു. സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. 2021 അത് ഏറ്റുമുട്ടിയപ്പോൾ ജനങ്ങൾ പറഞ്ഞു LDF വീണ്ടും വരണം. ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണം കിട്ടി. ഞങ്ങൾ അഹങ്കരിച്ചില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ആദ്യത്തെ സർക്കാർ എന്ത് തീരുമാനിച്ചു? ഈ 2025 നവംബർ മാസം 1-ാം തീയതി സൂര്യോദയം ഉണ്ടെങ്കിൽ ഈ കേരളത്തിൽ ദാരിദ്ര്യമുക്ത കേരളം ഉണ്ടാക്കും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞു. തുടർഭരണം നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ മന്ത്രിത്വം പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇറങ്ങിത്തിരിച്ചത്. ഇവരെ ഒന്ന് മുട്ടുകുത്തിച്ചിട്ട് കാര്യം. കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, നികുതികൾ, നികുതി ഘടന, അതിന്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ഓഹരികൾ വെട്ടിക്കുറയ്ക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ 25% ചെലവുണ്ടായിരുന്നു. അത് 40% വർദ്ധിപ്പിച്ചു. അപ്പോൾ കേന്ദ്ര വിഹിതം കുറച്ചു. നമ്മുടെ കിബി അടക്കമുള്ള ഓരോ പരിപാടികളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങോട്ട് പണം കൊടുക്കണം. അത് വെട്ടിക്കുറയ്ക്കുന്നു ആനുകൂല്യം. അതിന്റെ ഭാഗമായിട്ട് കടമെടുക്കാനുള്ള അവകാശമില്ലാതാക്കുന്നു. ദേശീയപാതയ്ക്ക് 6,950 കോടി കുത്തിരി പിടിച്ചു വാങ്ങിക്കുന്നു. ഇതെല്ലാം കേരളം കൊടുത്തു. എന്നിട്ടും കേരളം മുന്നേറുകയല്ലേ? ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ അവസാനത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ 2016 മാർച്ച് 31 വന്നു. 76,082 കോടി രൂപയാണ് അതിന്റെ ഫിഗർ. ഈ കഴിഞ്ഞ മാർച്ച് 31 ബാലഗോപാലിന്റെ 4ാം വർഷം പൂർത്തിയായപ്പോൾ 1,76,000 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ മാറി. ഇപ്പോൾ അത് 2 ലക്ഷം കോടിയുടെ ബഡ്ജറ്റാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ആത്മവിശ്വാസം വന്നു? കേന്ദ്രം പണം കൂടുതൽ നൽകുന്നുണ്ടോ? ഇല്ല. പക്ഷെ കേരളത്തിന് 2 നേട്ടങ്ങളുണ്ടായി. ഒന്ന്, കേരളത്തിന്റെ GDP ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട്, GDP ഗ്രോത്ത് 14.24 ലക്ഷം ആയതുകൊണ്ട് കടമെടുക്കാനുള്ള അവകാശം വർദ്ധിച്ചു. ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കാം. നീയാണ് യഥാർത്ഥ ഗണിത. അതിന്റെ 3% എന്ന് പറഞ്ഞാൽ 42,000 കോടി രൂപ വരും. രണ്ടാമത് നികുതി വരുമാനം, തനത് വരുമാനം, നികുതിയേതര വരുമാനം 1,10,000 കോടിയിലേറെ എത്തി. ഈ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യത്തെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ല ധനസ്ഥിതി ഉണ്ടെങ്കിൽ എന്തേ ഈ 1,600 2,500 ആക്കുമെന്ന പ്രഖ്യാപനം 4.5 വർഷം വരെ അനങ്ങാതിരുന്ന സർക്കാർ 1 മാസം മുമ്പ്, ഒരു സെപ്റ്റംബർ 25 ഈ പ്രഖ്യാപനം നടത്തുന്നില്ല? കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത കടന്നാക്രമണം മൂലം പെൻഷൻ മുടങ്ങി. കേരളത്തിൽ 4-5 മാസക്കാലം ഈ സർക്കാരിന് പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായിട്ട് ഏറ്റുപറയുകയെന്നേ. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. അതിനർത്ഥം കേന്ദ്ര സർക്കാരിന് ഇപ്പോ ഈ പ്രഖ്യാപനത്തിന് ആവശ്യമായ 10,000 കോടിയിൽ ഒരു വലിയ തുക കേന്ദ്ര സർക്കാർ ഇപ്പൊ തരുന്നുണ്ടോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യത്തിലല്ല കേരളത്തിന്റെ പദ്ധതികൾ മുന്നോട്ട് പോണത്. അവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ പൊരുത്തപ്പെടും ശ്രീ അനിൽകുമാർ? കേന്ദ്ര സർക്കാർ മുറുക്കിയത് കൊണ്ട് മറിയ കുട്ടിക്ക് പെൻഷൻ കൊടുക്കാനായില്ല, ചട്ടി എടുക്കേണ്ടി വന്നു. ഇത് താങ്കൾ ഒരു 2 വാചകം മുമ്പാണ് പറഞ്ഞത്. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ.
ഞാൻ പറയുന്ന പോയിന്റ് എന്താണ്? കിബി വഴി കേരളത്തിനകത്ത് ഒരു 75,000 കോടി രൂപയുടെ പദ്ധതി എടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞത്? ആ കിബിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയെന്ന് പറയുന്നത് കേരളത്തിന്റെ തനത് വർഷത്തെ കടബാധ്യതയിൽ വെട്ടിക്കുറയ്ക്കും, കടമെടുക്കാനുള്ള അവകാശത്തിൽ വെട്ടിക്കുറയ്ക്കും. ഒരു കൊല്ലം 15,000 കോടി വെട്ടിക്കുറച്ചാൽ മതി, പെൻഷൻ മുടങ്ങും. അടിപൊളി. കുണ്ടിതപ്പെടേണ്ട ചേച്ചി എന്റെ ചേച്ചി. ആ പെൻഷൻ മുടങ്ങുന്ന തരത്തിൽ വെട്ടിക്കുറച്ച് പെൻഷൻ മുടക്കിച്ചു കേന്ദ്രം പണം തരാത്തതല്ല പ്രശ്നം. നമുക്കിപ്പോ 42,000 കോടി രൂപ എടുക്കാൻ അവകാശമുണ്ട്. ഈ അവകാശത്തിൽ വെട്ടിക്കുറച്ച് വരുത്തിയാലോ? തൽക്കാലം ചിലത് മാറ്റി വെക്കേണ്ടി വരും. പെൻഷൻ മുടങ്ങി. ഇത് കാർഷിക ലോൺ രൂപ 10,000 1.5 വർഷത്തിനിടയ്ക്ക് ഒരടവ് പോലും അടച്ചിട്ടില്ല. ഇത് വെഹിക്കിൾ ലോൺ. ഇത് രണ്ടിന്റെ നല്ല ഗുരുതരമാണ്. ഐ മീൻ ജപ്തി. ഇനി മുടങ്ങില്ല എന്ന് പറയാൻ കാരണം എന്താണ്? CNAG പറയുന്നു, പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടബാധ്യത 9ാം സ്ഥാനത്തായിരുന്നു. നിങ്ങളിപ്പോ 15ാം സ്ഥാനത്തേക്ക് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ കടം കുറഞ്ഞ ഗവൺമെന്റാണ്. സംശയമൊന്നുമില്ലല്ലേ? അയ്യപ്പദാസൻ, നമ്മളൊരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് എന്ന് പറയപ്പെടുന്ന അപഹാസ്യമാണ് കേരള സമൂഹത്തിന് മുമ്പിൽ. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നു എന്നുള്ളതല്ല, അത് ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ വിശപ്പിനെയോ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ദാരിദ്ര്യത്തെയോ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം. 100% ഞാൻ യോജിക്കുന്നു. ഇവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടന്നു കയറാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നുള്ള കണ്ണിൽ പൊടിയിടുന്നതാണെന്ന് അനിൽകുമാർ സമ്മതിച്ചാൽ മതി. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ അയ്യപ്പദാസ് തന്നെ 10 ചോദ്യം തിരിച്ചും മറിച്ചും ചോദിച്ചാൽ അത് അങ്ങനെയല്ല. ഒരു ചോദ്യത്തിന് പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായിട്ട് ബഹുമാനായിട്ടുള്ള ശ്രീ അനിൽകുമാർ തിരിച്ചു പറയും. കാരണം അവരെ സംബന്ധിച്ച് അത് പറയാൻ അവർക്ക് സാധിക്കുള്ളൂ. 2 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നല്ലേ ബഹുമാനായ ശ്രീ ഇടതുപക്ഷത്തിന്റെ നേതാവായിട്ടുള്ള അനിൽകുമാർ പറയുന്നത്? സാർ, ഞാൻ ചോദിക്കട്ടെ, ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ഒരു ദിവസം കാലത്ത് ആ പേപ്പറും പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കൃത്യമായിട്ടൊരു കഥ വായിക്കണ വായിച്ച് അവതരിപ്പിക്കാം. നിങ്ങളുടെ തന്നെ മന്ത്രി അതിനു മുൻപേ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത്തവണ അവതരിപ്പിക്കുന്ന സമയത്ത് അന്ന് പറഞ്ഞ ഒരു കാര്യം പോലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നിങ്ങൾ അത് തന്നെ വീണ്ടും ആവർത്തിച്ചു. അതിനകത്ത് പേരുകൾ മാറ്റും. പണ്ട് പേരിടൽ ചടങ്ങിന് വിദഗ്ധരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാർ ആ പേരിടൽ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. 600 + 900 1500 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് 2 ടേമിലായിട്ടെന്നുള്ളതാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിലേക്ക് താങ്കൾ ഈ പോയിന്റ് വെക്കുന്നത്. സോഡാ കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലിക്കായ കണ്ടിട്ടുണ്ടോ അയ്യപ്പദാസെ? അത് എടുക്കാൻ കിട്ടില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഇവരുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയപ്പെടുന്ന അതാണ്. 9.5 കൊല്ലമായിട്ട് ഇവർ അവതരിപ്പിച്ച ബഡ്ജറ്റുകളിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും, അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാതെ വീണ്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൽ എന്താണ് കാര്യം? ഒരു കോമാളി ഷോ നടക്കുന്നു എന്നല്ലാതെ എന്താണ് നമ്മൾ പറയാൻ സാധിക്കും? അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയൻ എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ആണോ? അയ്യപ്പദാസിന് ഒരു മാസത്തെ വരുമാനത്തിന് ഒരു 10 ഉറുപ്പ്യ മാറ്റി വെക്കാൻ പറ്റുണ്ടോ? എന്താ കാരണം? ഇവരെ കൊണ്ട് ശല്യമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, മയക്കുമരുന്നിന്റെ കേരളം ഉണ്ടാക്കിയിട്ടുള്ള ആഭ്യന്തര വകുപ്പ് വിദ്യാഭ്യാസം തകർന്ന് അന്യരാജ്യത്തേക്ക് കയറ്റിവിട്ട വിദ്യാഭ്യാസമാകത്ത് കാർഷിക മേഖല തകർത്തെഴിഞ്ഞ കാർഷിക വകുപ്പ് ഇനി ചക്കക്കൊമ്പൻ, നരിക്കൊമ്പൻ, അതേപോലെ കാട്ടുപന്നി, പൂച്ച, മരപ്പട്ടി ഇത്യാദി ആളുകളിലെ ഇവിടുത്തെ PSC മെമ്പർമാര് അവര് കുത്തിക്കൊല്ലുക. ഇവന്മാര് പോയിട്ട് 10 ലക്ഷം രൂപയും ജോലിയും കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചില്ലേ? അങ്ങനെയുള്ള ഒരു ഫോറസ്റ്റ് വകുപ്പ്. ഇനി ചുവപ്പ് കളർ, പച്ച കളർ, നീല കളർ, അങ്ങനെ കളർ മാറ്റി കൊഴുപ്പ് കൂടിയതും വെള്ളം കൂടിയതുമായിട്ടുള്ള പാലിന് വില കൂട്ടി കൊടുക്കുന്ന ഒരു ക്ഷീര വ്യവസായം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സംവിധാനത്തിന്റെ കവറിനകത്ത് 2 പാക്കറ്റ് പപ്പടം ഇട്ടിട്ട് പിണറായി വിജയന്റെ പടം വെക്കുന്നുണ്ട്. ആത്മാഭിമാനം ചോർന്നു പോവില്ല അല്ലേ? കാർഷിക മേഖല കൃത്യമാണോ? മേഖല കൃത്യമാണോ? നിങ്ങൾ പറ. സ്പോർട്സ് മേഖല അർജന്റീന മന്ത്രി വെച്ച് കലക്കുന്നില്ലേ? അയ്യപ്പദാസിന്റെ ചാനൽ വരെ ചർച്ച ചെയ്തില്ലേ? എന്തടിസ്ഥാനത്തിൽ? ഇതേപോലെയുള്ള താട്ടിപ്പും ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കടാ.